അമ്മേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇന്ന് നമ്മുടെ ദേവി മഹാത്മ്യത്തിന്റെ നാരായണീ സ്തുതിയാണ് അർത്ഥമാണ് പറയുന്നത്. ഇത് നാരായണീ സ്തുതിയുടെ പൂർണ്ണ അർത്ഥമാണ് കേട്ടോ, മലയാള അർത്ഥമാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് ദേവി മഹാത്മ്യത്തിന്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളുടെ മലയാള അർത്ഥം പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ദേവി മഹാത്മ്യ ഗ്രന്ഥം ഒരിക്കലും ഭയത്തോടുകൂടി സമീപിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം സംസ്കൃതത്തിൽ പറയുമ്പോൾ നമുക്കതൊരു നമുക്ക് കിട്ടാത്തൊരു, നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നാണ് എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാകും. തെറ്റ് വരുമോ എന്നുള്ള ഒരു പേടിയും നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ മലയാള അർത്ഥം, അതായത് നമ്മളുടെ ഭാഷയിൽ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് അമ്മയെ വർണ്ണിച്ചിരിക്കുന്നത്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോടെ, അമ്മയുടെ സമ്മതത്തോടെ തുടങ്ങുകയാണ്. നമുക്ക് ഉണ്ടാകുന്ന ഓരോ ചിന്തകളും അമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും അമ്മ തന്നെ തോന്നിപ്പിച്ചതാണ് എന്നുള്ള ഒരു സമർപ്പണത്തോടെ പറഞ്ഞു തരികയാണ്. ആദ്യം ധ്യാനത്തിന്റെ അർത്ഥം നോക്കാം. ഉദയ സൂര്യന്റെ പ്രഭയോട് കൂടിയവളും ചന്ദ്രകിരീടം ശിരസിൽ ധരിച്ചവളും ഉയർന്ന മാറോട് കൂടിയവളും 3 കണ്ണുകൾ ഉള്ളവളും മന്ദഹാസം പൊഴിക്കുന്നവളും വരദം, അങ്കുശം, പാശം, അഭയം എന്നിവ കൈകളിൽ ധരിച്ചവളുമായ ഭുവനേശ്വരി ദേവിയെ ഭജിക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ മലയാള അർത്ഥം കേട്ടോ. 11-ാം അധ്യായം നാരായണീ സ്തുതി. നാരായണീ സ്തുതി നമുക്ക് എന്നും നിത്യവും ജപിക്കാവുന്നതാണ്. ദേവി മഹാത്മ്യം പൂർണ്ണമായിട്ട് വായിച്ചില്ലെങ്കിൽ പോലും നാരായണീ സ്തുതി ജപിക്കാവുന്നതാണ്. നാരായണീ സ്തുതി ജപിക്കുന്നത് വിദ്യാ പുരോഗതി കുട്ടികൾക്ക് ഉണ്ടാകാനും, അത് മാത്രമല്ല കുടുംബത്തില് ഐശ്വര്യവും നല്ല സന്താനങ്ങൾ ജനിക്കുവാനും എല്ലാം ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല നമ്മുടെ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി മന്ത്രങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് പ്രശസ്തമായിട്ടുള്ള മന്ത്രം നാരായണീ സ്തുതിയിലുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ദേവീ സ്തുതികളുടെയും അർത്ഥം മനസ്സിലാക്കാം. അതില് ഒന്നാമത്തേത് ഋഷിരുവാച, ഋഷി പറഞ്ഞു. മഹാ അസുര ശ്രേഷ്ഠൻ, ഇവിടെ ശുംഭാസുരനാണ് ഉദ്ദേശിക്കുന്നത്, ദേവിയാൽ വധിക്കപ്പെട്ടപ്പോൾ ഇന്ദ്രനോട് കൂടിയവരും അഗ്നി മുമ്പിൽ ഗമിക്കുന്നവരുമായ ദേവന്മാർ അഭീഷ്ട സിദ്ധി മൂലം വികസിപ്പിച്ച അവരുടെ മുഖതാമര കൊണ്ട്, അതായത് മുഖചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എന്നർത്ഥം. മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു എന്നർത്ഥം. ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് ദേവന്മാരുടെ ആ തേജസ് ദിക്കുകളെ പ്രകാശഭരിതമാക്കുന്നു എന്ന് അർത്ഥം വരുന്നു. അങ്ങനെയുള്ള ദേവന്മാർ ദേവിയെ, കാർത്യായനി ദേവിയെ സ്തുതിച്ചു. അവർ ദേവിയെ ഇങ്ങനെയാണ് സ്തുതിച്ചത് കേട്ടോ. ശരണാഗതരുടെ സങ്കടത്തെ നശിപ്പിക്കുന്ന ഹേ ദേവി, അവിടുന്ന് പ്രസാദിച്ചാലും, ലോകത്തിന്റെ മുഴുവൻ മാതാവെ പ്രസാദിച്ചാലും, പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരിയായും ചരാചരമായ എല്ലാത്തിന്റെയും നിയന്ത്രിതാവുമായ ഹേ ദേവി, വിശ്വത്തെ മുഴുവൻ കാത്തുരക്ഷിച്ചാലും. ദേവി ഭൂസ്വരൂപയായതുകൊണ്ട് ജഗത്തിന്റെ മുഴുവൻ ആധാരമാണ്. ലംഘിക്കാൻ കഴിയാത്ത വീര്യമുള്ളവളായ ദേവി ജലസ്വരൂപിണിയായി ജഗത്തിനെ മുഴുവൻ പുഷ്ടിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അടുത്ത വർണ്ണന എന്ന് പറയുന്നത്. കാരണം അമ്മ തന്നെയാണ് ഭൂമി, അമ്മ തന്നെയാണ് നമ്മളെ എല്ലാവരെയും നിലനിർത്തുന്നത്. ജലമായും വായുവായും അഗ്നിയായും എല്ലാം നമുക്കെല്ലാം തരുന്നത് അമ്മ തന്നെയാണ്. അമ്മയാണ് സർവ്വതും എന്നുള്ളതാണ് ഈ സ്തുതിയുടെ ഒരർത്ഥം എന്ന് പറയുന്നത്. അനന്തവീര്യവതിയായ വൈഷ്ണവിയുടെ ശക്തിയും ദേവി തന്നെയാണ്. ജഗത്തിന്റെ കാരണമായ പരമമായ മഹാമായയും അവിടുന്ന് തന്നെ. ഈ ലോകം മുഴുവൻ ദേവിയാൽ മോഹിപ്പിക്കപ്പെടുന്നു. ദേവി പ്രസന്നയായാൽ ഭൂമിയിൽ വച്ചു തന്നെ ഭക്തർക്ക് മോക്ഷത്തിനു എന്നുള്ളത് പ്രശസ്തമാണല്ലോ. ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അനന്തവീര്യവതിയായ വൈഷ്ണവിയും, അതായത് ദേവിയുടെ ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും ശക്തിയും എല്ലാം പരമമായ ആ ദേവി തന്നെയാണ്, അതായത് ആദിപരാശക്തി തന്നെയാണ്.
ഈ ലോകം മുഴുവൻ ദേവിയിൽ മോഹിപ്പിക്കപ്പെടുന്നു. ദേവിയെ തന്നെയാണ്, ദേവിയിൽ ഈ കാണുന്നതെല്ലാം ദേവി തന്നെയാണ്. ഒരു കാന്തം എങ്ങനെയാണോ വസ്തുക്കളെ വലിച്ചെടുക്കുന്നത്, അതുപോലെ എല്ലാവരും അമ്മയിൽ മോഹിപ്പിക്കപ്പെടുന്നു, അമ്മയിൽ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആരാണോ ശുദ്ധമായ മനസ്സോടെ അമ്മയെ ഭജിച്ച് അമ്മയിൽ അഭയം കണ്ടെത്തുന്നത്, അവരിൽ അമ്മ സന്തുഷ്ടയായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വച്ച് തന്നെ അവർക്ക് മോക്ഷം കിട്ടും എന്നുള്ളത് സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഈ ഒരു സ്തുതിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത്, അല്ലയോ ദേവി, എല്ലാ വിദ്യകളും നിൻ തിരുവടിയുടെ തന്നെ വകഭേദങ്ങളാകുന്നു. എല്ലാ വിദ്യകളും എന്ന് പറയുമ്പോൾ 18 വിദ്യകളാണ് ഉള്ളത്. അതില് എല്ലാം ദേവി തന്നെയാണ്, എല്ലാ വിദ്യകളും ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. 64 ലോകങ്ങളിലുള്ള കലകളോട് കൂടിയ എല്ലാ സ്ത്രീകളും അവിടുത്തെ അംശമാകുന്നു. എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശം തന്നെയാണ് എന്നുള്ളതാണ്. ഏകമായ മാതാവായ ദേവി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതായത് അമ്മ എല്ലാത്തിലും, സ്ത്രീകളിലും വസ്തുക്കളിലും പുരുഷന്മാരിലും എല്ലാം അമ്മ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ലോകം മുഴുക്കെ എവിടെ നോക്കിയാലും അമ്മ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്നതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ശക്തിയും സത്യവും എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകളിലും അമ്മയെ കാണാൻ പഠിപ്പിക്കുന്ന എത്ര മഹത്തായ ധർമ്മമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. മകൾ തൊട്ട് സഹോദരി, ഭാര്യ, അമ്മ എല്ലാത്തിലും ദേവിയാണ് എന്നുള്ള സങ്കല്പം വച്ച് പുലർത്തി കഴിഞ്ഞാൽ ഒരു സ്ത്രീയോടും ഒരാൾക്കും മോശമായിട്ട് പെരുമാറാൻ സാധിക്കില്ല. എന്നാൽ സ്ത്രീകളോ, അമ്മ താൻ തന്നെയാണ് ദേവി, ആദിപരാശക്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരോടും ഒരു ക്രൂരതയും ചെയ്യാൻ അവർക്കും തോന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവിയെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ്. അടുത്ത 6ാമത്തെ സ്തുതിയാണ്. സർവഭൂതാത്മികയും ഭക്തർക്ക് മുക്തിയും ഭക്തിയും കൊടുക്കുന്നവളുമായ ഭഗവതിയെ സ്തുതിക്കുന്നു. ഈ സ്തോത്രങ്ങൾ പരമോക്തികളായി തീരട്ടെ എന്നുള്ളതാണ് 6ാമത്തെ സ്തുതി എന്ന് പറയുന്നത്. ഈ സ്തോത്രങ്ങൾ എന്നും നിലനിൽക്കും, എന്നും അത് പരമ ഉന്നതിയിൽ നമ്മളെ എത്തിക്കുന്നതുമാണ്. എന്നും സ്തുതിക്കുന്നത് അമ്മയുടെ സകല കടാക്ഷങ്ങളും ലഭിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് 7ാമത്തെ സ്തുതിയാണ്. അല്ലയോ ദേവി, എല്ലാവരുടെയും മനസ്സിൽ ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളും സ്വർഗവും മോക്ഷവും നൽകുന്നവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം. എല്ലാവരുടെയും മനസ്സിൽ അമ്മ ബുദ്ധി കൂടെയാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ചിന്താശേഷിയും നമ്മുടെ ബുദ്ധിയും എല്ലാം അമ്മ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്വർഗവും മോക്ഷവും പ്രദാനം ചെയ്യുന്ന അമ്മയ്ക്ക്, നാരായണീ ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നന്മയും നല്ല ചിന്തകളും ഉടലെടുക്കാനായിട്ട് അത് സഹായിക്കുന്നു. അമ്മയുടെ കൃപയാൽ എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. സമയമാപിനികളായ കല, കാഷ്ഠ എന്നീ രൂപങ്ങളിൽ വർദ്ധിച്ച് ലോക പരിണാമം ഉളവാക്കുന്നവളും ഒടുവിൽ വിശ്വത്തിന്റെ ലയനം പോലും നടത്താൻ ശക്തിയുള്ളവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം. കാലങ്ങളെ പോലും അതിജീവിക്കുന്ന, അതായത് നാശമില്ലാത്ത കലകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന അമ്മയ്ക്ക് പ്രണാമം. ലോകത്തെ സൃഷ്ടിക്കാനും ആ സൃഷ്ടിച്ച ലോകത്തെ അമ്മയിൽ തന്നെ ലയിപ്പിക്കാനും ശക്തിയുള്ള അമ്മയ്ക്ക് പ്രണാമം എന്നുള്ളതാണ് ഈ ഒരു 8ാമത്തെ സ്തുതിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 9ാമത്തെ സ്തുതിയാണ്. വിശ്വപ്രശസ്തമായിട്ടുള്ള സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, മംഗളങ്ങളായ വസ്തുക്കളുടെ എല്ലാം മംഗളകാരിണിയും കല്യാണ സ്വരൂപിണിയും പുരുഷാർത്ഥങ്ങൾ സാധിച്ചു കൊടുക്കുന്നവൾ, ശരണാഗതി അടഞ്ഞവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവളും 3 കണ്ണുകളോടുകൂടിയവളും സ്വർണവർണ്ണമുള്ളവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. ഈ ഒരു സ്തുതി ജപിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും അമ്മ നൽകുന്നതാണ് കേട്ടോ. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. എല്ലാ മംഗളങ്ങളും അരുളുന്നവളാണ് അമ്മ. ഈ ഒരു സ്തുതിയുടെ അർത്ഥം അതാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അത് മാത്രമല്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു. ശരണമടയുന്നവരെ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. മാത്രമല്ല അമ്മയ്ക്ക് 3 കണ്ണുകളാണ് ഉള്ളത്.
അത് മാത്രമല്ല സ്വർണ്ണവർണ്ണമാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെയുള്ള നാരായണി ദേവിയെ നമിക്കുന്നു, സ്തുതിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് 10ാമത്തെ സ്തുതിയാണ്. ലോകത്തെ സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും നശിപ്പിക്കുവാനും കെൽപ്പുള്ളവളും സനാതനിയും സത്വാദി ഗുണങ്ങളുടെ ആശ്രയവും ഗുണസ്വരൂപിണിയുമായ നാരായണീ ദേവിക്ക് നമസ്കാരം. അമ്മയ്ക്ക് ലോകത്തെ സൃഷ്ടിക്കാനും നിലനിർത്തുവാനും നശിപ്പിക്കാനും എല്ലാം സാധിക്കുന്നു. അമ്മ തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചതും വന്നതും ഇനിയും വരാൻ പോകുന്നതുമായ ഓരോ സൃഷ്ടികളുടെയും ഉത്തരവാദിത്വവും അത് നിർണയിക്കുന്നത് അമ്മ തന്നെയാണ്. എല്ലാവർക്കും ആശ്രയമായ അമ്മയാണ് അമ്മ എല്ലാ ഗുണങ്ങളും നിറഞ്ഞവളാണ്. അമ്മ എല്ലാ ഗുണങ്ങളും തികഞ്ഞവളാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് എൻ്റെ നമസ്കാരം എന്നുള്ളതാണ് 10ാമത്തെ സ്തുതി. അടുത്തതായിട്ട് 11ാമത്തെ സ്തുതിയാണ്. ശരണം പ്രാപിക്കുന്ന ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നത് സ്വന്തം അഭീഷ്ടമായുള്ളവളും സകല ലോകത്തിൻ്റെയും സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവളുമായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. അതായത് അമ്മ ആശ്രയിക്കുന്ന പാവപ്പെട്ടവരെയും അമ്മയെ ആശ്രയിച്ച് വരുന്നവരെയും രക്ഷിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതായത് അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാവരെയും കാത്തു രക്ഷിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും അമ്മയ്ക്ക് സമന്മാരാണ്. ഈ ലോകത്തിന്റെ സങ്കടങ്ങളെ എല്ലാം അമ്മ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെ ഈ ലോകത്തിന്റെ സങ്കടങ്ങളെ എല്ലാം അമ്മ ഇല്ലാതാക്കുന്നു. അതായത് അമ്മയ്ക്ക് തന്നെ ഒറ്റയ്ക്ക് ഈ ലോകത്തെ എല്ലാം സങ്കടങ്ങളെയും നിവാരണം ചെയ്യാനും നമ്മളെല്ലാവരെയും രക്ഷിക്കാനും സാധിക്കുന്നു. അതിന് അമ്മയ്ക്ക് വേറൊരു ശക്തിയുടെ ആവശ്യമില്ല. അമ്മ തന്നെയാണ് എല്ലാം എന്നുള്ളതാണ് ഈ ഒരു സ്തുതിയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അടുത്തതായിട്ട് 12ാമത്തെ സ്തുതിയുടെ അർത്ഥം നോക്കാം. അരയന്നങ്ങളെ പൂട്ടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും കുശമിട്ടു ജപിച്ച മന്ത്രഭൂതമായ ജലം തളിക്കുന്നവളുമായ ബ്രഹ്മാണി രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. ഇവിടെ അമ്മയെ ബ്രഹ്മാണി രൂപത്തിൽ സങ്കല്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമ്മയെ ഭജിക്കുന്നത്, ജപിക്കുന്നത്. അങ്ങനെയാണ് അമ്മ ബ്രഹ്മാണി രൂപത്തിലുള്ള ദേവി അരയന്നങ്ങൾ പൂട്ടിയ വിമാനത്തിലാണ് സഞ്ചരിക്കുന്നത്. അമ്മ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഒരു ജലത്തിന്റെ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഋഷിമാരുടെ കയ്യിലിരിക്കുന്ന കമണ്ടലുണ്ടല്ലോ, അത് എപ്പോഴും കയ്യിൽ കരുതിയിട്ടുണ്ട്. ആ ഒരു ജലം എല്ലാ ഭക്തരിലും അമ്മ വർഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും അമ്മ വർഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്തുതിയുടെ അർത്ഥം. ഇനി അങ്ങോട്ട് അമ്മയുടെ ഓരോ രൂപങ്ങളെ വർണ്ണിക്കുന്ന സ്തുതികളാണ് കേട്ടോ. അടുത്തത് 13ാമത്തെ സ്തുതിയാണ്. തൃശൂലം, ചന്ദ്രൻ, നാഗങ്ങൾ എന്നിവയെ ധരിക്കുന്നവളും മഹത്തായ ഋഷഭവാഹനത്തിൽ സഞ്ചരിക്കുന്നവളുമായ മഹേശ്വരി സ്വരൂപിണിയായ നാരായണി ദേവിക്ക് നമസ്കാരം. അതായത് അമ്മ ഇപ്പോൾ ശിവസ്വരൂപിയായിട്ടാണ് വർണ്ണിക്കുന്നത്. അമ്മ തൃശൂലം, ചന്ദ്രനെയും നാഗങ്ങളെയും എല്ലാം അമ്മ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ ശിവസ്വരൂപയായിട്ടാണ് ഇവിടെ അമ്മയെ സ്മരിക്കുന്നത്. അപ്പോഴെല്ലാവരും ആദിപരാശക്തിയെ ശിവസ്വരൂപിണിയായിട്ട് മഹാദേവന്റെ ധർമ്മപത്നിയായിട്ട് കണ്ട് നമസ്കരിക്കുക. അടുത്തത് 14ാമത്തെ സ്തുതിയാണ്. വാഹനമാകുന്ന മയിൽ, കൊടിയടയാളമാകുന്ന കുക്കുടം ഇവയാൽ ചുറ്റപ്പെട്ടവളും വലിയ വേൽ ആയുധമായി ധരിച്ചവളും പാപമില്ലാത്തവളുമായ കൗമാരി രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. അതായത് കൗമാര രൂപത്തിൽ അമ്മയെ സ്മരിക്കുന്നതാണ്. നമ്മുടെ മുരുക ഭഗവാന്റെ എല്ലാവിധ ആയുധങ്ങളും എല്ലാം അമ്മയുടെ ഒരു രൂപത്തിലുണ്ട് കേട്ടോ. അതായത് മയിലാണ് അമ്മയ്ക്ക് വാഹനം. കൊടിയടയാളമാകുന്ന കുക്കുടം എന്ന് പറയുന്നത് കോഴിയാണ് കേട്ടോ. കുക്കുടം കൊടി അടയാളമായിട്ട് അമ്മയുടെ കൊടി അടയാളമാണ്. കൊടിയിലുള്ളത് കുക്കുടാണ്. അത് മാത്രമല്ല അമ്മ എന്താണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത്? വേലാണ്. അങ്ങനെയുള്ള അമ്മയുടെ രൂപം എന്താണ്? കൗമാരി രൂപമാണ്. അതായത് കുഞ്ഞൊരു കുട്ടിയുടെ, കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെയുള്ള അമ്മയെ നമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാം നമ്മൾ അർത്ഥമാക്കേണ്ടത്. മഹാദേവനായിട്ടും മഹാവിഷ്ണുവായിട്ടും ഗണപതിയായിട്ടും അതായത് മുരുകനായിട്ടും എല്ലാം ഇരിക്കുന്നത് അമ്മ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ വേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും ഓരോ രൂപങ്ങളും എല്ലാം അമ്മയിൽ നിന്ന് ഉണ്ടായതാണ്. അമ്മ തന്നെയാണ് ഈ ലോകത്തിന്റെ മാതാവ്. പരമാത്മാവും പരമശക്തിയും എല്ലാം അമ്മ തന്നെയാണ് എന്നുള്ളതാണ് ദേവി മഹാത്മ്യം പറയുന്നത്. അടുത്തത് 15ാമത്തെ സ്തുതിയാണ് കേട്ടോ.
ശംഖ്, സുദർശന ചക്രം, ഗദ, ശാർഗം എന്നീ ഉത്കൃഷ്ടമായ ആയുധങ്ങളെ ധരിക്കുന്നവളും വൈഷ്ണവി രൂപത്തിലുള്ള നാരായണീ ദേവിക്ക് നമസ്കാരം പ്രസാദിച്ചാലും എന്നുള്ളതാണ് 15ാമത്തെ സ്തുതി എന്ന് പറയുന്നത്. ഇവിടെ ദേവിയെ നാരായണ ഭഗവാന്റെ അർത്ഥാംഗിനിയായിട്ട് സങ്കല്പിച്ച് എല്ലാവരും നമസ്കരിക്കുക. അമ്മ നാരായണ ഭഗവാന്റെ, അതായത് മഹാവിഷ്ണുവിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് അമ്മ കുടികൊള്ളുകയാണ്. വൈഷ്ണവി രൂപത്തിലാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. അടുത്തത് 16ാമത്തെ സ്തുതിയാണ്. അത്യുഗ്രമായ വലിയ ചക്രത്തെ കയ്യിൽ ധരിച്ചവളും ദംഷ്ട്ര കൊണ്ട് ഭൂമിദേവിയെ ഉദ്ധരിച്ചവളുമായ വരാഹി രൂപിയായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. ഇവിടെ ഓരോ രൂപങ്ങളും ഓരോ അവതാരങ്ങളും അമ്മയായിട്ട് സങ്കല്പിച്ചാണ് പറയുന്നത്, സ്തുതിക്കുന്നത്. അപ്പോൾ വരാഹി മഹാവിഷ്ണുവിന്റെ വരാഹ രൂപത്തിനെ വരാഹി ദേവിയായിട്ട് സങ്കല്പിച്ച് അമ്മയുടെ അവതാരമായിട്ട് സങ്കല്പിച്ച് സ്തുതിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദേവന്മാർക്കും ഒരു ദേവീഭാവം ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് പുരാണത്തില് വ്യക്തമായിട്ട് അറിയില്ല, ഒരു കഥയുണ്ട്, എല്ലാ ദേവന്മാരും സ്ത്രീ രൂപം സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രനുണ്ട് സ്ത്രീ രൂപം, മഹാവിഷ്ണുവിനുണ്ട് സ്ത്രീ രൂപം, മോഹിനി രൂപം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഗണപതി സ്വാമിക്കും മുരുകസ്വാമിക്കും എല്ലാം ശ്രീരൂപങ്ങളുണ്ട് എന്നുള്ളതാണ്. കൃഷ്ണ ഭഗവാന് ശ്രീരൂപം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാ പുരുഷനിലും ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള മഹത്തായ ഒരു സങ്കല്പം, മഹത്തായ ഒരു അർത്ഥം, സത്യമാണ് ഇവിടെ ദേവി മാഹാത്മ്യത്തില് നമുക്ക് ഈ ഒരു സ്തുതികളിലെല്ലാം ഉള്ളത്. അതായത് ഭഗവാന്മാരെടുത്തിട്ടുള്ള എല്ലാ രൂപങ്ങളും ദേവിയുടെ, അതായത് അമ്മയുടെ അംശം തന്നെയാണ് എന്നുള്ളതാണ്. അമ്മയില്ലാതെ, അമ്മയുടെ ശക്തിയില്ലാതെ ഒരു അവതാരങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതും മഹത്തായ ഒരു അർത്ഥം തന്നെയാണ്. ഈ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ട് വേണം എല്ലാ സ്തുതികളും കേൾക്കാൻ. അടുത്തത് 17ാമത്തെ സ്തുതിയാണ്. ഉഗ്രമായ നൃസിംഹ രൂപത്തിൽ അസുരന്മാരെ കൊല്ലാൻ ഉദ്ധമിച്ചവളും 3 ലോകങ്ങളെയും രക്ഷിക്കുന്നവളുമായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. അമ്മ ഇവിടെ നരസിംഹ രൂപത്തിലും അമ്മയെ ആരാധിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അവതാരങ്ങളിലും അമ്മയുണ്ട് എന്നുള്ളതാണ്. അടുത്തത് 18ാമത്തെ സ്തുതിയാണ്. കിരീടത്തോടു കൂടിയവളും മഹത്തായ വജ്രായുധം കൈകളിൽ ധരിച്ചവളും 1000 കണ്ണുകൾ കൊണ്ട് ശോഭിക്കുന്നവളും വൃത്യാസുരനെ വധിച്ചവളുമായ ഐന്ദ്രീ രൂപത്തിലുള്ള നാരായണി ദേവിക്ക് നമസ്കാരം. ഇത് എന്താണ്? ഐന്ദ്രീ രൂപത്തിൽ, അതായത് ഇന്ദ്ര ഭഗവാന് തുല്യമായിട്ടുള്ള രൂപത്തിൽ അമ്മയെ സ്തുതിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്തുതി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 19ാമത്തെ സ്തുതിയാണ്. ശിവ ദൂതീ രൂപത്തിൽ അസുരന്മാരുടെ സേനയെ നശിപ്പിച്ചവളും ഭയങ്കരമായ രൂപമുള്ളവളും മഹത്തായ ശബ്ദത്തോടു കൂടിയവളുമായ നാരായണി ദേവിക്ക് നമസ്കാരം. അമ്മേ നാരായണ. അടുത്തത് 20ാമത്തെ സ്തുതിയാണ്. വലിയ ദംഷ്ട്രകളെ കൊണ്ട് ഭയങ്കരമായ മുഖത്തോടു കൂടിയവളും ശിരസ്സു കൊണ്ടുള്ള മാല അണിഞ്ഞവളും മുണ്ഡാസുരനെ വധിച്ചവളും ചാമുണ്ഡാരൂപിയുമായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. ഈ ഒരു സ്തുതിയിൽ അമ്മയെ ചാമുണ്ഡി ദേവിയായിട്ട് കണ്ട് എല്ലാവരും നമസ്കരിക്കുക. അടുത്തതായിട്ട് 21ാമത്തെ സ്തുതിയാണ്. ലക്ഷ്മി സ്വരൂപിണിയും ലജ്ജാസ്വരൂപിണിയും മോക്ഷപ്രധാനിയും മഹാവിദ്യാസ്വരൂപിണിയും ധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരകമായിട്ടുള്ള ശ്രദ്ധാസ്വരൂപിണിയും സമ്പദ് സമൃദ്ധി രൂപിണിയും പിതൃതൃപ്തി കൊടുക്കുന്ന സ്വധാരൂപിണിയും നിത്യസ്വരൂപിണിയും പ്രളയസ്വരൂപിണിയും മഹാമായാസ്വരൂപിണിയുമായ നാരായണി ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ്. അമ്മ നാരായണി ദേവി എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അമ്മ ലക്ഷ്മി സ്വരൂപിണിയായിട്ടും അമ്മ എല്ലാ മക്കൾക്കും സൽസമ്പാദ്യം കൊടുക്കുന്നു. വിദ്യാരൂപിണിയായിട്ട് സരസ്വതി രൂപത്തിൽ അമ്മ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കുന്നു. നല്ല ബുദ്ധി കൊണ്ട് അവർ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും കാരണം ആരാണ്? അമ്മ തന്നെയാണ്. അമ്മയാണ്, നിത്യസ്വരൂപിണിയാണ് അമ്മ, അല്ലേ? അതൊക്കെ തന്നെയാണ് ഈ ഒരു സ്തുതിയുടെ അർത്ഥം എന്ന് പറയുന്നത്. എല്ലാവരും അമ്മയെ മഹാസരസ്വതിയായിട്ടും മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും നമ്മളുടെ മൂകാംബികാ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നമസ്കരിക്കുക. അടുത്തതായിട്ട് 22ാമത്തെ സ്തുതിയാണ്. ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് കെൽപ്പു നൽകുന്ന മേധാസ്വരൂപിണിയും വാഗ്ദേവതയായ ശ്രേഷ്ഠമായ ഐശ്വര്യമായ കൽപ്പക വർണ്ണമായ തമോരൂപമായും
നിയതമായും വർദ്ധിക്കുന്ന നാരായണീ ദേവിക്ക് നമസ്കാരം ഞങ്ങളിൽ പ്രസാദിച്ചാലും എന്നുള്ളതാണ്. അതായത് അമ്മ നല്ല ബുദ്ധി, നല്ല സൽബുദ്ധി കൊടുത്ത് ശാസ്ത്രങ്ങളെയും എല്ലാം മനസ്സിലാക്കാനുള്ള അമ്മ വരദാനം നൽകുന്നു. അമ്മ ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാസ്വരൂപിണിയായിട്ട് അമ്മ നമ്മളെ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള അമ്മയെ സരസ്വതി രൂപത്തിൽ എല്ലാവരും നമസ്കരിക്കുക. എല്ലാ കുട്ടികൾക്കും, നമുക്ക് എല്ലാവർക്കും ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാനും നല്ല വിദ്യ നേടാനും എല്ലാം അമ്മയുടെ അനുഗ്രഹം തരട്ടെ, അമ്മ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് 23ാമത്തെ സ്തുതിയാണ്. പല സന്ദർഭങ്ങളായി പല സ്വരൂപത്തിൽ അവതരിച്ചിട്ടുള്ളവളും സർവത്തിൻ്റെയും സ്വാമിനിയും സർവശക്തികളുടെയും ഉൾക്കൊള്ളുന്നവളുമായ ഹേ ദേവി, ഞങ്ങളെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചാലും ഹേ ദുർഗേ നമസ്കാരം. ഇവിടെ പല സന്ദർഭങ്ങളിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനുഷ്യർക്കുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളിലും അമ്മ എന്ത് ചെയ്യുന്നു? പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് അല്ലേ? പല ദുഷ്ടന്മാരെയും പല ദുഷ്ട അസുരന്മാരെയും നിഗ്രഹിക്കുവാൻ അമ്മ പല അവതാരങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴും ഒരു ഭക്തന് എന്തൊരു ആപത്ത് വന്നാലും അമ്മ ഏതെങ്കിലും ഒരു അവതാരം എടുത്ത് നമ്മളെ രക്ഷിക്കാൻ വരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഭക്തന്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാവരെയും രക്ഷിക്കുന്ന, എല്ലാത്തിൻ്റെയും അധിപതി ആയിട്ടുള്ളതും അമ്മ തന്നെയാണ്. മാത്രമല്ല സർവശക്തികളുടെയും അമ്മ, സർവശക്തികളും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മ ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ളതാണ് 23ാമത്തെ സ്തുതി എന്ന് പറയുന്നത്. നോക്കൂ, എന്ത് മഹത്തായിട്ടുള്ള ഒന്നാണ് ദേവി മാഹാത്മ്യം. ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറേണ്ട ഒന്നല്ല ദേവി മാഹാത്മ്യം. ഇതൊക്കെ അമ്മയെ സ്തുതിക്കുന്നതാണ്, അമ്മയുടെ അർത്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വേണം നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യേണ്ടത്. വളരെ ഭവ്യതയോടെ പാരായണം ചെയ്യണം എന്ന് മാത്രം. അടുത്തതായിട്ട് 24ാമത്തെ സ്തുതി കേൾക്കാം. ഹേ കാത്യായണി ദേവി, 3 കണ്ണുകളോട് കൂടിയ അവിടുത്തെ ശാന്തമായ മുഖം ഞങ്ങളെ എല്ലാ ഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ, അവിടത്തേക്ക് നമസ്കാരം എന്നുള്ളതാണ്. അതായത് ഭൂതങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളും ബാധാദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം അമ്മയുടെ ആ ഒരു ദിവ്യമായ മുഖത്തോടു കൂടി അമ്മ മാറ്റി തരട്ടെ എന്നുള്ളതാണ്. അമ്മയുടെ ആ ഒരു മുഖം ദർശിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ പുഞ്ചിരി, അമ്മയുടെ തിളങ്ങുന്ന ആ മുഖം ദർശിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാ ദുഷ്ടതകളും, അതുമാത്രമല്ല എല്ലാ ബാധാദോഷങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 25ാമത്തെ സ്തുതിയുടെ അർത്ഥം കേൾക്കാം. അല്ലയോ ഭദ്രകാളി ദേവി, ജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായി എല്ലാ അസുരന്മാരെയും കൊന്നൊടുക്കുന്ന ദേവിയുടെ തൃശൂലം എന്ന ആയുധം ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ, നിന്തിരുവടിക്ക് നമസ്കാരം. അസുരന്മാരെ നിഗ്രഹിച്ച് ഭക്തന്മാരെ സംരക്ഷിക്കുന്ന ഭദ്രകാളി ദേവിയുടെ രൂപത്തിലുള്ള അമ്മയ്ക്ക് എല്ലാവരും നമസ്കാരം അർപ്പിക്കുക, അമ്മയെ മനസ്സുകൊണ്ട് നമിക്കുക. അടുത്തതായിട്ട് 26ാമത്തെ ദേവീ സ്തുതി കേൾക്കാം. മുഴങ്ങുന്ന ശബ്ദം കൊണ്ട് ലോകമെല്ലാം നിറഞ്ഞ് അസുരന്മാരുടെ തേജസ് മുഴുവൻ നശിപ്പിക്കുന്ന ദേവിയുടെ ആ മണി ഞങ്ങളെ പാപങ്ങളിൽ നിന്നും മാതാവ് പുത്രന്മാരെ എന്ന പോലെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടുള്ള അർത്ഥാണിത്. യുദ്ധത്തിൽ എപ്രകാരമാണോ ശംഖുനാഥം മുഴങ്ങുമ്പോൾ അസുരന്മാർ ഭയപ്പെടുന്നത്, അതുപോലെ അമ്മയുടെ കയ്യിലെ മണിനാഥം എല്ലാ അസുരന്മാരുടെയും തേജസ്സിനെ, നെഗറ്റീവ് എന്നുള്ള ശക്തിയെ, നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അമ്മയുടെ ആ മണിനാഥം ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ. ഒരു മാതാവ് പുത്രനെ എങ്ങനെയാണോ രക്ഷിക്കുന്നത്, സന്താനങ്ങളെ എങ്ങനെയാണോ രക്ഷിക്കുന്നത്, അതുപോലെ എന്നുള്ളതാണ്. ഇവിടെ വേറൊന്നുണ്ട് കേട്ടോ. നമുക്ക് എന്നും മണിനാഥം മുഴക്കി, സന്ധ്യയ്ക്ക് മണിനാഥം മുഴക്കി നമുക്ക് അമ്മയെ ഭജിക്കാവുന്നതാണ്. മണിനാഥം മുഴക്കുന്നത് ശത്രുക്കളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നുമെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ, എന്നും ത്രിസന്ധ്യയ്ക്ക് വീടുകളിൽ. അടുത്ത 27ാമത്തെ ദേവീസ്തുതിയാണ്. അസുരന്മാരുടെ രക്തവും കൊഴുപ്പും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ദേവിയുടെ കൈകളിൽ ജ്വലിക്കുന്നതുമായ വാള് ഞങ്ങൾക്ക് നല്ലതു വരുത്തട്ടെ. ഹേ ചണ്ഡികാദേവി, അവിടത്തേക്ക് നമസ്കാരം. ഇവിടെ ചണ്ഡികാദേവിയായിട്ട് അമ്മയെ നമസ്കരിക്കുകയാണ്. അസുരന്മാരെ കൊന്ന് അവരുടെ രക്തവും കൊഴുപ്പും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തിളങ്ങുന്ന വാള് കയ്യിലേന്തിയ അമ്മയാണ് ഇവിടെ മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. ഇനി വേറൊരു അർത്ഥം എന്ന് പറയുന്നത്,
അസുരന്മാരോട് യുദ്ധം ചെയ്തതിന് ശേഷം അസുരന്മാരുടെ അഹങ്കാരം ശമിപ്പിച്ച് അമ്മ നിൽക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. അവിടെ വാളിൽ രക്തവും കൊഴുപ്പും എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരവും അവരുടെ അധികാര മോഹങ്ങളും എല്ലാം നശിപ്പിച്ചതിന്റെ തെളിവായിട്ട്, അവരെ നശിപ്പിച്ചതിന്റെ തെളിവായിട്ട് അമ്മ വാളുമായിട്ട് നിൽക്കുന്നു, നമ്മുടെ എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അങ്ങനെയുള്ള വാള് ഞങ്ങളെ എല്ലാവരെയും എന്ത് ചെയ്യട്ടെ, രക്ഷിക്കട്ടെ. അതായത് ചണ്ഡികാദേവിക്ക് 1000 കോടി നമസ്കാരം എന്നുള്ളതാണ്. അടുത്തതായിട്ട് 28ാമത്തെ സ്തുതിയാണ്. ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും, കോപിച്ചാൽ എല്ലാ അഭിലാഷങ്ങളും ഇല്ലാതാകും. ദേവിയെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ഒരു വിപത്തും വരില്ല. ദേവിയെ ആശ്രയിക്കുന്നവർ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു എന്നത് പ്രസിദ്ധം. അത് സത്യാണല്ലേ. ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ഒരു വിപത്തോ ഒരു ബുദ്ധിമുട്ടോ അമ്മ വരുത്തുകയില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ദേവിയെ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദേവിയെ ആശ്രയിക്കുന്ന ദേവീ ഭക്തരെ ആശ്രയിക്കാൻ ഒരുപാട് പേര് കാണും. ശങ്കരാചാര്യരെ പോലെ നോക്കൂ, ശങ്കരാചാര്യർ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അത് മാത്രമാണോ? ലോക നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ദേവീ ഭക്തനായിരുന്നല്ലോ. അപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ്, അദ്ദേഹത്തെ ആശ്രയിച്ച് എത്രയോ പേര് അവരുടെ നല്ല കാര്യങ്ങൾ, നല്ല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമ്മയെ ആശ്രയിക്കുന്നവരെ, അമ്മയെ ഭജിക്കുന്നവർക്ക് അമ്മയുടെ ഒരു ചൈതന്യം ലഭിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു അർത്ഥമായിട്ട് കണക്കാക്കാവുന്നതാണ്. അടുത്തതായിട്ട് 29ാമത്തെ സ്തുതിയാണ്. അല്ലയോ ദേവി, നിൻ തിരുവടി സ്വയം അനേകം രൂപങ്ങളിൽ പലതായി ആവിർഭവിച്ച് ഇപ്പോൾ അധർമ്മികളായ മഹാ അസുരന്മാരെ വധിച്ചു. ഇത് വേറെ ആർക്കും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അമ്മ പല രൂപങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപങ്ങളിൽ അവതരിച്ച് നമ്മുടെ മനുഷ്യരെ, മനുഷ്യകുലത്തിനെയും ദേവന്മാരെയും നന്മയെയും രക്ഷിക്കാൻ വേണ്ടി പല രൂപങ്ങൾ അമ്മ സ്വീകരിച്ചു അല്ലേ. അങ്ങനെയുള്ള രൂപങ്ങൾ സ്വീകരിച്ച അമ്മയെ പോലെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മ തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാം രക്ഷക എന്നുള്ളതാണ് ഈ ഒരു സ്തുതിയിൽ പറയുന്നത്. അമ്മയെ എല്ലാവരും ലോകരക്ഷകയായിട്ട് കണ്ട്, ദുർഗാദേവിയായിട്ട് കണ്ട് മനസ്സിൽ സങ്കല്പിച്ച് നമസ്കരിക്കുക. അടുത്തതായിട്ട് 30ാമത്തെ ദേവീ സ്തുതിയാണ്. ആത്മാനാത്മ വിവേകം ഉണ്ടാക്കുന്ന പല വിദ്യകളും ശാസ്ത്രങ്ങളും വേദവാക്യങ്ങളും സ്വായത്തമാക്കിയിരുന്നിട്ടും പോലും ഈ ലോകത്തെ മുഴുവൻ അന്ധകാരം നിറഞ്ഞ മമതാരൂപമായ മോഹഗർത്തത്തിലിട്ട് ചുറ്റിക്കാൻ മഹാദേവിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ അർത്ഥമാക്കുന്നത്, എല്ലാ വിദ്യകളും നേടിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു, അന്ധകാരത്തിലേക്ക് വഴുതി വീഴുന്നു, മായയിൽ പെടുന്നു എന്നുള്ളതാണ്. ഈ മായയും അമ്മ തന്നെയാണ് അല്ലെ. എല്ലാ വിദ്യകളും നമുക്ക് പ്രദാനം ചെയ്തിട്ടും നമ്മളെ ഈ മായയിലിട്ട് കറക്കാൻ അമ്മയ്ക്കല്ലാതെ, ദേവിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനും മോചിപ്പിക്കപ്പെടുത്താനും എല്ലാം അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഈ മായയും ഈ ലോകവും എല്ലാം അമ്മ തന്നെയാണ് എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്തത് 31ാമത്തെ സ്തുതിയാണ്. രാക്ഷസന്മാർ, ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ, ശത്രുക്കൾ, കള്ളന്മാരുടെ കൂട്ടം, കാട്ടുതീ തുടങ്ങിയവ ഉള്ളിടത്തും അതുപോലെ തന്നെ സമുദ്രമധ്യത്തിലും സ്ഥിതി ചെയ്യുന്നത് ദേവി വിശ്വാസത്തെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാക്ഷസന്മാരും ഉഗ്രവിഷമുള്ള സർപ്പങ്ങളും ശത്രുക്കളും കള്ളന്മാരും കാട്ടുതീയും എല്ലാം ഉള്ളിടത്ത് സംരക്ഷണത്തോടെ നിൽക്കാനായിട്ട് ദേവീ ഭക്തർക്ക് സാധിക്കുന്നു. ദേവി അവരെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ദേവി മാഹാത്മ്യത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദേവി മാഹാത്മ്യം കയ്യിൽ കരുതി കഴിഞ്ഞാൽ എല്ലാ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് ഒരു ആപത്തുകളും അമ്മ വരുത്തില്ല, ഒരു ആപത്തുകളും നമുക്ക് വരാൻ അമ്മ സമ്മതിക്കത്തും ഇല്ല കേട്ടോ. അതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 32ാമത്തെ സ്തുതിയാണ്. ദേവി വിശ്വത്തിന്റെ മുഴുവൻ ഈശ്വരിയായിട്ട് വിശ്വത്തെ പരിപാലിക്കുന്നു. ദേവി സ്വയം വിശ്വത്തിന്റെ ആധാരമായതുകൊണ്ട് അതിനെ നിലനിർത്തുന്നു. ബ്രഹ്മാദി വിശ്വേശ്വരന്മാരാൽ പോലും ദേവി വന്ദിക്കപ്പെടുന്നവളാകുന്നു. ദേവിയിലുള്ള ഭക്തി കൊണ്ട് നമ്രശിരസനാകുന്നവർ വിശ്വത്തിന് മുഴുവൻ ആശ്രയമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. ദേവി ഈ വിശ്വത്തിന്റെ മുഴുവൻ പരിപാലകയാണ്. ദേവന്മാരും ബ്രഹ്മാദികൾ പോലും ദേവിയെ വന്ദിക്കുന്നു. ദേവിയെ ഭക്തിപൂർവം അതായത് ശിരസ് നമിക്കുന്നവർക്ക്, നമ്രശിരസനായിട്ട് ശിരസ് താഴ്ത്തി നമിക്കുന്നവർക്ക് ദേവി എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ളവർ ഈ ലോകത്തിന് തന്നെ ആശ്രയമായി ഭവിക്കുന്നു.
അതായത് അങ്ങനെയുള്ള ഭക്തർ രാജതുല്യരായി മാറുന്നു എന്നുള്ളതാണ് വേറൊരു അർത്ഥം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 33-ാമത്തെ സ്തുതിയാണ്. ഇവിടെ എന്ന് പറയുന്നത് ദേവി മഹിഷാസുരനെ വധിച്ചതിന് ശേഷമുള്ള സ്തുതികളായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദേവി ഇപ്പോൾ അവിടുന്ന് അസുരന്മാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ ഭയം ഇല്ലായ്മ ചെയ്തതുപോലെ ഞങ്ങളിൽ ഇനിയും പ്രസാദിച്ച് എല്ലാ ശത്രുഭയങ്ങളിൽ നിന്നും എപ്പോഴും രക്ഷിച്ചാലും, അതുപോലെ തന്നെ ലോകത്തിന് മുഴുവൻ പാപങ്ങളെയും ക്ഷണത്തിൽ ഇല്ലായ്മ ചെയ്താലും, കൊള്ളിമീൻ തുടങ്ങിയ ദുർനിമിത്തങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന വലിയ അനർത്ഥങ്ങളെയും നശിപ്പിച്ചാലും, അതായത് ശത്രുദോഷങ്ങളെയും മിന്നൽ പിണറുകൾ പോലുള്ള ദുർസൂചനകൾ കൊണ്ടുള്ള ദോഷങ്ങളെയും എല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മ നശിപ്പിച്ചാലും എന്നുള്ളതാണ് ഈ ഒരു അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസുരന്മാരെ നിഗ്രഹിച്ച് നമ്മളെ എല്ലാവരെയും സംരക്ഷിച്ച അമ്മ എന്നും എന്നും അമ്മയുടെ സംരക്ഷണവും പ്രസാദവും എല്ലാം ഞങ്ങളിൽ വേണം എന്നുള്ളത് ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അമ്മ എല്ലാ പാപങ്ങളെയും നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കണം എന്നുള്ള പ്രാർത്ഥന ഇതിലുണ്ട്. അപ്പോഴമ്മയെ എല്ലാവരും പാപനാശിനിയായിട്ട് കണ്ട്, അതായത് അമ്മയെ എല്ലാവരും നമസ്കരിക്കുക. അടുത്തതായിട്ട് 34-ാമത്തെ സ്തുതിയാണ്. ലോകത്തിന്റെ മുഴുവൻ സങ്കടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന അല്ലയോ ദേവി, അവിടുത്തെ നമിക്കുന്നവരിൽ പ്രസാദിച്ചാലും. 3 ലോകത്തിലുള്ളവരാൽ പൂജനീയയായ ഹേ ദേവി, ഞങ്ങൾക്ക് വരങ്ങൾ കൊടുത്താലും എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോകം മുഴുവൻ സങ്കടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അമ്മേ, നമ്മളിൽ പ്രസാദിച്ചാലും, എല്ലാവരിലും 3 ലോകങ്ങളിലുള്ളവരും പൂജിക്കുന്ന അമ്മേ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നുള്ളതാണ് ഈ സ്തുതി. അടുത്ത സ്തുതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 35-ാമത്തെ സ്തുതി. എല്ലാവരും കണ്ണടച്ച് അമ്മയെ ധ്യാനിക്കുക, എന്നിട്ട് കേൾക്കുക കേട്ടോ. ദേവ്യു വാച, ദേവി പറഞ്ഞു, അമ്മ പറഞ്ഞ വാക്കുകളാണിത്. ഹേ ദേവഗണങ്ങളെ, ഞാൻ വരം നൽകാൻ തൽപരയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ജഗത്തിന്റെ ഉപകാരപ്രദവുമായ ഏതു വരവും ചോദിച്ചാലും ഞാൻ നൽകുമെന്നുള്ളതാണ്. അമ്മേ നാരായണ, അമ്മ പറഞ്ഞ വാക്കുകളാണിത്. ഇതൊക്കെ കേൾക്കാനും ഒരു പുണ്യം വേണം. ഞാൻ എൻ്റെ ഭക്തർക്ക് എല്ലാ വരവും നൽകാൻ തൽപരയാണ്. എനിക്ക് പറ്റും. നിങ്ങൾ എന്ത് വരവും ചോദിച്ചോളൂ. അതെന്താണ് ചോദിക്കേണ്ടത്? ജഗത്തിന്റെ ഉപകാരപ്രദമായ ഏതു വരവും ഞാൻ നൽകും. ഈ ലോകത്തിന് നന്മയുണ്ടാകുന്ന ഏതു വരവും ഏതു ഭക്തൻ ചോദിച്ചാലും അമ്മ നൽകും. നിസ്വാർത്ഥമായിട്ടുള്ള മനസ്സുള്ളവരെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതും ഇതിലൊരു അർത്ഥമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ദേവോവാച, ദേവന്മാർ പറഞ്ഞു, ഹേ അഖിലേശ്വരി, 3 ലോകങ്ങളുടെ എല്ലാവിധ ബാധകളെയും അവിടുന്ന് ശമിപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ശത്രുനാശവും നിൻ തിരുവടിയാൽ ചെയ്യപ്പെടണമേ എന്നുള്ളതാണ്. ദേവി പറഞ്ഞു, എനിക്ക് എന്ത് വരവും നൽകാൻ കഴിയും. നിങ്ങൾ എന്ത് വേണോ ചോദിച്ചോളൂ, പക്ഷെ അത് ലോക നന്മയ്ക്കുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദേവന്മാർ ചോദിക്കുകയാണ്, അമ്മേ, ഈ 3 ലോകങ്ങളെയും ബാധാദോഷങ്ങളിൽ നിന്നും രക്ഷിക്കണം. അത് മാത്രമല്ല, ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണമേ. അതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണെന്നുള്ളതാണ്. അടുത്ത 37-ാമത്തെ സ്തുതിയാണ്. അപ്പൊ ദേവി പറഞ്ഞതാണ്, വൈവസ്വത മധ്യത്തിൽ 28-ാം ചതുർയുഗത്തിൽ ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള വേറെ 2 അസുരന്മാർ ഉണ്ടാകും. 38-ാമത്തെ സ്തുതി. അപ്പോൾ ഞാൻ നന്ദഗോപഗ്രഹത്തിൽ യശോദാ ഗർഭത്തിൽ ജാതയായി വിദ്യാചലത്തിൽ വസിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുന്നുണ്ട്. അതായത് ദേവകിയുടെ 8-ാമത്തെ പുത്രൻ എന്താണ് കംസനെ നിഗ്രഹിക്കുക എന്നല്ലേ ഇത് വന്നത്. അപ്പോഴ് ദേവകി നന്ദഗോപരുടെ ഗൃഹത്തില് അന്ന് കൃഷ്ണന് പകരം ജനിച്ചത് ആരായിരുന്നു? അമ്മ തന്നെയായിരുന്നു, ദേവി തന്നെയായിരുന്നു. ആ അവതാരം എന്തിനുള്ളതാണ്? ശുംഭ നിശുംഭന്മാരെ വധിക്കാനായിട്ട് വിദ്യാചല പർവ്വതത്തിൽ അമ്മ വസിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ ഭഗവാനെ യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് അമ്മയെ എടുത്തുകൊണ്ടാണ് പോയത് അല്ലെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ്, കംസൻ വധിക്കാനായിട്ട് ശിശുഹത്യ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അമ്മ മുകളിലേക്ക് ഉയർന്ന് ദേവി ദുർഗയായി മാറി. എന്നിട്ട് പറഞ്ഞു, ഹേ ദുഷ്ട അസുര, പരാക്രമണം സ്ത്രീകളോടല്ല, നിന്റെ അന്ധക ജനിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇതെല്ലാം ദേവി മഹാത്മ്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ദേവിയാണ് ശുംഭ നിശുംഭന്മാരെ വധിച്ചത് എന്നുള്ളതാണ്. അടുത്ത 39-ാമത്തതാണ്. വീണ്ടും അതിഭയങ്കരമായ രൂപത്തോടു കൂടി ഭൂമിയിൽ അവതരിച്ച് വിപ്രചിത്തിയുടെ പുത്രന്മാരായ അസുരന്മാരെയും കൊല്ലുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു.
ദേവന്മാർ അവിടെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള അസുരന്മാർ ഇനിയും ജനിക്കും, അപ്പോൾ ഞാൻ ഇനിയും അവതാരം എടുത്ത് അവരെ എന്ത് ചെയ്യും, നിഗ്രഹിക്കും എന്നുള്ളത്. അടുത്ത 40-ാമത്തതാണ്, വൈപ്രചിത്തരായ ആ മഹാ അസുരന്മാരെ ഭക്ഷിക്കുന്നത് കൊണ്ട് എന്റെ പല്ലുകൾ ചുവന്ന് മാതളപ്പൂ പോലെയാകും എന്നമ്മ പറഞ്ഞു. അടുത്ത 41-ാമത്തെ ശ്ലോകാണ്. അപ്പോ സ്വർഗത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും എന്നെ രക്തദന്തിക എന്ന് വിളിച്ച് സ്തുതിക്കും എന്നമ്മ പറഞ്ഞു. അതായത് ആ ദുഷ്ടന്മാരായ അസുരന്മാരെ അമ്മ ഭക്ഷിക്കുമെന്നും അപ്പോഴമ്മയുടെ പല്ലുകൾ രക്തക്കറ കാരണം എന്താണ് ചുവക്കുമെന്നും അപ്പോഴമ്മയെ രക്തദന്തിക എന്ന് വിളിച്ച് എല്ലാവരും സ്തുതിക്കുമെന്ന് അമ്മ പറഞ്ഞു. അടുത്ത 42-ാമത്തെ ശ്ലോകാണ്. പിന്നീട് 100 വർഷത്തോളം മഴയില്ലാത്ത ജലമില്ലാത്ത ഭൂമിയിൽ മുനികളാൽ സ്മരിക്കപ്പെട്ടവളായി സ്വയം ഭൂവായി ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 100 കണ്ണുകൾ കൊണ്ട് ഞാൻ മുനിമാരെ നോക്കും, അത് കണ്ട് മനുഷ്യർ എന്നെ ശതാക്ഷി എന്ന് വിളിക്കും എന്നമ്മ പറഞ്ഞു. അമ്മ 100 കണ്ണുകളോട് കൂടി അവതരിക്കുമെന്നും അന്ന് മനുഷ്യർ അമ്മയെ ശതാക്ഷി, അതായത് 100 കണ്ണുള്ളവൾ എന്ന് വിളിച്ച് സ്തുതിക്കുമെന്നും അമ്മ പറഞ്ഞു. അടുത്തത് 44-ാമത്തെ ശ്ലോകാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദേഹത്ത് നിന്ന് ഉണ്ടായതും മഴ വരുന്നത് വരെ പ്രാണസദ്ധാരണത്തിന് ഉപകരിക്കുന്നതുമായ സസ്യങ്ങളൊക്കെ കൊണ്ട് ലോകം നിറയ്ക്കും. ഇതിൽ പറയുന്നത് അമ്മയെ ഋഷിമാർ സ്തുതിക്കും. അമ്മ 100 കണ്ണുകളോട് കൂടി അവതാരം എടുത്തു വന്ന് എല്ലാം, അതായത് അമ്മയുടെ ലോകം മുഴുക്കെ അമ്മയുടെ ദൃഷ്ടി പതിപ്പിക്കുക എന്നുള്ളതാണ്. അമ്മയെ മനുഷ്യരെല്ലാവരും ശതാക്ഷി എന്ന് വിളിച്ച് സ്തുതിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, അമ്മയുടെ ദേഹത്ത് നിന്ന് അമ്മ തന്നെയാണ് മഴ, അമ്മ തന്നെയാണ് വെയില്, എല്ലാം അമ്മ തന്നെയാണെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അമ്മ എന്ത് ചെയ്യും, ഈ അമ്മയുടെ ദേഹത്ത് നിന്ന് മഴ ഉണ്ടാക്കും, മഴ വരും. ആ മഴയിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണം തരുന്ന സസ്യജാലങ്ങളെ അമ്മ എന്ത് ചെയ്യും, സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ 100 വർഷം കൊണ്ട് വറ്റി വരണ്ട് കിടന്ന ഭൂമിക്ക് അമ്മ ജലവും സസ്യങ്ങളും പ്രദാനം ചെയ്ത് അമ്മ ഇവിടെ സ്വയം ഭൂവായിട്ട് അവതരിക്കുമെന്നാണ്. അങ്ങനെ അമ്മ ഭൂമിയെ സംരക്ഷിക്കും എന്നുമാണ് പറയുന്നത്. അടുത്ത 45-46 ഒന്നിച്ചാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഭൂമിയിൽ ഞാൻ ശാകംഭരിയുടെ അർത്ഥം ചീരയെ നിറയ്ക്കുന്നവൾ. ചീര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ്, സസ്യമാണ്, ഭക്ഷണ സസ്യമാണല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളെ കൊണ്ട് ഭൂമി നിറയ്ക്കുന്നല്ലേ അമ്മ പറഞ്ഞത്. അതാണ് അമ്മ പറയുന്നത്, ശാകംഭരി, അതായത് ചീരയെ നിറയ്ക്കുന്നവൾ എന്ന പേരോടുകൂടി ഭൂമിയിൽ പ്രശസ്തയാകും എന്നാണ്. അവിടുത്തെ ദുർഗമൻ എന്ന പേരോട് കൂടിയ ഒരു മഹാസുരനെ ഞാൻ വധിക്കും. അതുകൊണ്ട് ദുർഗാദേവി എന്ന പേര് എനിക്ക് പ്രശസ്തമായി തീരുമെന്നുള്ളതാണ്. ദുർഗാദേവി എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ്, ദുർഗമൻ എന്ന അസുരനെ വധിച്ചവൾ ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് ദുർഗാദേവി എന്ന പേര് കിട്ടിയത്. അടുത്തത് 47-48 ഒന്നിച്ചാണ് കേട്ടോ. മുനിമാരെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഒരു ഭീകരമായ രൂപമെടുത്ത് ഹിമാലയ പ്രദേശത്ത് രാക്ഷസന്മാരെ ഞാൻ ഭക്ഷിക്കും. അപ്പോൾ മുനിമാരെല്ലാം നമ്രശിരസരായി എന്നെ സ്തുതിക്കും. അങ്ങനെ എനിക്ക് ഭീമാദേവി എന്ന പ്രശസ്തമായ പേരുണ്ടാകും. അടുത്ത 49-50 ഒന്നിച്ചാണ്. അരുണൻ എന്നു പേരുള്ള മഹാസുരൻ 3 ലോകത്തിനു ഉപദ്രവകാരിയാകുമ്പോൾ 6 കാലുള്ള അസംഖ്യം വണ്ടുകളുടെ രൂപത്തിൽ ഞാൻ അവതരിക്കും. ത്രൈലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി ആ മഹാസുരനെ വധിക്കുകയും ചെയ്യും. ലോകം സകല ദിക്കിലും അപ്പോൾ എന്നെ ഭ്രമാരി എന്ന് സ്തുതിക്കും. ഭ്രമാരി എന്ന് പറഞ്ഞാല് വണ്ണിന്റെ രൂപമുള്ളവൾ. അസുരനെ വണ്ണിന്റെ രൂപത്തിൽ നിഗ്രഹിച്ചത് കൊണ്ട് തന്നെ, അരുണാസുരനെ വണ്ണിന്റെ രൂപത്തിൽ നിഗ്രഹിച്ചത് കൊണ്ട് അമ്മയെ ഭ്രമാരി എന്ന് എല്ലാവരും സ്തുതിക്കുമെന്ന് അമ്മ പറയുന്നു. അടുത്ത 59-ാമത്തതാണ്. ഇപ്രകാരം ദാനവന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവതരിച്ച് ശത്രു നിഗ്രഹം ചെയ്യും എന്നുള്ളതാണ് അമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, അമ്മ എല്ലാ ഭക്തർക്ക് വേണ്ടി എന്തൊക്കെ അവതാരങ്ങളാണല്ലേ എടുത്തത്. നമുക്ക് വേണ്ടി അമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ഇതിൽ പറയുന്നത് നോക്കൂ. ഇത് പഠിക്കുന്നതും വായിക്കുന്നതും എത്ര പുണ്യകരമാണ്. ഈ അർത്ഥം പൂർണ്ണമായിട്ടും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുക. നാരായണി സ്തുതി പൂർണ്ണ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും വീടുകളിൽ പാരായണം ചെയ്യുക. പഠിക്കുന്ന കുട്ടികളുള്ളവർ ഉറപ്പായിട്ടും, അമ്മമാർ ഉറപ്പായിട്ടും ഇത് പാരായണം ചെയ്യുക. അപ്പോഴെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു.
ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യ ഏകാദശ. അമ്മേ നാരായണ. എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും വേണ്ടി, അമ്മയുടെ ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു നിയോഗം എന്നെ ഏൽപ്പിച്ച അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. അമ്മേ നാരായണ.